ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹീറോൻ്റെ ഗ്ലാമറാണ് വണ്ടി. ജനറൽ സർവീസായിട്ട് വന്നതാണ്. ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റണം, വാട്ടർ സർവീസ് ചെയ്യണം. പിന്നെ അതേപോലെ ബാക്കിലത്തെ റിയർ കൗൾ സെറ്റ് മൊത്തം പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് വണ്ടി ഓടിക്കുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് നല്ല ഇടപെടാവുന്ന സൗണ്ട് വരുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിടണം. ലെഫ്റ്റ് ഫ്രണ്ടിലത്തെ ഫുഡ് റെസ്റ്റ് അസംബ്ലി മാറ്റാനുണ്ട്, ക്ലച്ച് കേബിൾ മാറ്റാനുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത്. പിന്നെ ഫ്യൂൽ മീറ്റർ ചില സമയങ്ങളിൽ കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ അത് ഫ്ലോട്ടിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതും കൂടി ഉണ്ടെങ്കിൽ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ നമ്മൾ സർവീസിന് വേണ്ടിയിട്ട് ഗേറ്റിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. ബ്രേക്ക് ലൈനർ വലിയ പഴക്കമായിട്ടില്ല, കമ്പനി ലൈനർ അല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കണേ. പക്ഷേ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈനർ നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്ക് ടയറിൻ്റെ ഡിഷൊക്കെ പുതിയ ടയർ കിടക്കണം. അതേപോലെ വീൽ ബെയറിങ്ങിന് വേറെ പറയുന്ന കംപ്ലൈൻറ്റ് ഇല്ല. ഈ ലൈനർ ഉപയോഗിക്കുമ്പോൾ ഹബ്ബിൽ കൂടുതൽ പൊടി വരും. ഇവിടെ നോക്കുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ പൊടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഹബ്ബിന് തേയ്മാനം കൂടാനൊരു കാരണമാവും കേട്ടോ. തന്നെയല്ല ബ്രേക്ക് ചവിടുമ്പോൾ സൗണ്ടും വരും. അപ്പോൾ പിന്നീട് മാറ്റിയിടണം. ഇത് തീർന്നു കഴിഞ്ഞ് മാറ്റിയിടുന്ന സമയത്ത് കമ്പനി ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് നമുക്ക് എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ ഇൻഡിക്കേറ്റർ പൊട്ടിപ്പോയിട്ട് നമുക്ക് മാറ്റിയിടണം. ബാക്കിലത്തെ കൗൾ സെറ്റ് മൊത്തം പൊട്ടിയേക്കണമാണ്. അപ്പോൾ ഞാൻ വലിയ പിടപ്പില്ലാത്ത രീതിയിലേക്ക് റീസെറ്റാക്കി വയ്ക്കാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, ടൈറ്റ് ചെയ്യാം. ഫുഡ് റെസ്റ്റ് ലെഫ്റ്റ് ഫ്രണ്ടിലത്തെ ഫുഡ് റെസ്റ്റ് ഡാമേജാണ്, ഫുള്ള് ഡാമേജ്. അപ്പോൾ അത് മാറ്റി പുതിയതിടാം. പിന്നെ ഈ ഫുഡ് റെസ്റ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാക്ക് അടിച്ച്, അതായത് വെള്ളി വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ഒന്ന് സ്പോട്ട് അടിച്ചെടുക്കാം. ഫ്രണ്ടിലത്തെ സൈഡിലും സ്പോട്ട് അടിച്ചെടുക്കാം. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ ബ്ലോക്ക് ആണ് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം. കാരണം എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ ഒരു 10,000 കിലോമീറ്ററൊക്കെയാണ് എൻ്റെ ഒരു കാലാവധി. അതെന്ന് വെച്ചാൽ കൂടുതൽ പൊടിയായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കിടന്ന് ഓടുന്തോറും നമുക്ക് എഞ്ചിൻ ഹെഡിൽ കാർബൺ കണ്ടൻറ്റ് കൂടും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് അത് പരമാവധി നമുക്ക് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗ് നമുക്ക് മാറ്റിയിടാം. പ്ലഗൊക്കെ ഫുള്ള് കരിയേറി ബ്ലോക്കാണ്. മൈന്യൂട്ടായിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഓയിൽ കത്തണ കംപ്ലൈൻറ്റ് ഉണ്ട് വണ്ടിക്ക് കേട്ടോ. അപ്പോൾ എഞ്ചിൻ ഓയിൽ ഇപ്പോൾ ലെവൽ അങ്ങനെ കാര്യമായിട്ട് കുറവില്ല, എന്നാലും ഏകദേശം ഒരു 100-200 മില്ലിയുടെ വ്യത്യാസമുണ്ട്. പിന്നെ അതേപോലെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ബാറ്ററി 2024 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടി മേടിക്കുന്നത്. വോൾട്ട് കാര്യങ്ങളൊക്കെ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 9.2. അപ്പോൾ നിലവിൽ വേറെ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് ചെക്ക് ചെയ്യാനൊക്കെ അയച്ചാണ് നമ്മൾ. ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്ക് ഈ കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് അസംബ്ലിയൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഫ്രണ്ട് ഫോർക്ക് സൈഡൊക്കെ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ചെറിയൊരു ലീക്കേജൊക്കെ ഉണ്ട്. അതിപ്പോൾ ഒന്നും ചെയ്യണമെന്നില്ല, മാക്സിമം ഉപയോഗിക്കുക. ലീക്കേജ് കൂടുതൽ വരുന്ന സമയത്ത് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് ക്ലച്ചിൻ്റെ കേബിൾ ഔട്ടർ പെട്ടെന്ന് ലൂസായിട്ട് ഇന്നർ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ക്ലച്ച് നല്ല കുറവാണ്. അപ്പോൾ ആ കേബിളൊന്ന് മാറ്റിയിട്ടാണ് കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടി വന്ന വർക്ക്. പിന്നെ ഈ ടാങ്കിനകത്ത് തന്നെ ഫ്യൂലിൻ്റെ ഫ്ലോട്ട് ഉണ്ട്. അപ്പോൾ അതും കൂടിയും ആയിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ ഞാൻ അതുകൂടി മാറ്റി ചെയ്യുന്ന രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് ഇടാം. അപ്പോൾ വീഡിയോ എസ്റ്റിമേറ്റ് അടക്കം വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്കൊരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ.